ഓക്കെ, അപ്പോൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചല്ലോ. പിന്നെ നാളെ തന്നെ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ. പിന്നെ ലൈസൻസിൻ്റെ കോപ്പി ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്തിട്ട് പൊക്കോളാം. ശരി സർ, ഈ ലൈസൻസ് കിട്ടിയിട്ടില്ല സർ. എന്താ ടെസ്റ്റ് ചെയ്തില്ലേ? ടെസ്റ്റ് എഴുതി 3 മാസമായി സാർ, ഇതൊരു ലൈസൻസ് കിട്ടിയിട്ടില്ല. ലൈസൻസിൽ നിങ്ങളിങ്ങനെ മാർക്കറ്റിംഗ് ജോബ് ചെയ്യും. ലൈസൻസ് കിട്ടിയിട്ട് വാ. ശരി. ഇതാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ. ടെസ്റ്റ് പാസ്സായി, പക്ഷേ ലൈസൻസ് കിട്ടിയില്ല. വണ്ടി എടുത്തു, പക്ഷേ RC ബുക്ക് കിട്ടിയില്ല. സർക്കാരിനോടാണ് ഏ പ്രഭു ഏ ക്യാ ഹുവാ. പുതിയ കാറൊക്കെ എടുത്ത് പുറത്തിറങ്ങാൻ കഴിയാതെ കുറേ പേർ ഓട്ടോയും നോക്കി ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഫീസ് കൊടുത്ത് വണ്ടി ഓടിക്കാൻ പഠിച്ച് ലൈസൻസിന് പ്രിന്റ് ചെയ്യേണ്ട ഫീസ് പോലും നൽകി ഇങ്ങനെ ഇരിക്കേണ്ട അവസ്ഥ. ഡിജിറ്റൽ ലൈസൻസിന് അപേക്ഷിച്ചിട്ട് അങ്ങനെ തന്നെ നോക്കിയിരിക്കേണ്ട അവസ്ഥ. അതായത് ഈ ഉയർന്ന ചിന്താഗതിയും ആ ജീവിതവും എന്ന് പറയില്ലേ, അത് തന്നെ. സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസുകളുടെയും RC ബുക്കിന്റെയും പ്രിന്റിംഗ് നിലച്ചിരിക്കുന്നു. കരാർ കമ്പനിക്ക് 9 കോടി കടമായതോടെയാണ് പ്രിന്റിംഗ് നിർത്തിയത്. ടെസ്റ്റ് പാസ്സായിട്ടും ലൈസൻസ് കിട്ടാതെ നിരവധി പേരാണ് കാത്തിരിക്കുന്നത്. വായ്പയെടുത്ത് ബൈക്ക് വാങ്ങിയവരാണ് പലരും. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയായിരുന്നു ലക്ഷ്യം. ഈ വണ്ടി റോഡിലിറങ്ങി ഓടിത്തുടങ്ങിയാലേ വണ്ടിയുടെ വായ്പയും വീട് വാടകയും ഒക്കെ തിരിച്ചടയ്ക്കാനും പറ്റും. കഷ്ടപ്പെട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പോലും പാസ്സാകുന്നത്. 3 മാസം മുൻപ് ലൈസൻസിനായി പണം അടച്ചെങ്കിലും ഇതുവരെ ലൈസൻസ് കയ്യിലെത്തിയില്ല എന്ന് മറ്റൊരു വശം. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ലൈസൻസ് അച്ചടിക്കാൻ സർക്കാർ കരാർ നൽകിയിരിക്കുന്നത്. കൊച്ചിയിൽ ലൈസൻസും RC ബുക്കുമൊക്കെ അച്ചടിക്കുന്ന കരാറുകാരന് 9 കോടിയാണ് നിലവിലെ കുടിശ്ശിക. സർക്കാർ പണം നൽകാത്തതിനാൽ ഒക്ടോബർ മുതൽ അച്ചടി നിർത്തി. ഇതിനിടെ പോസ്റ്റൽ വകുപ്പിനും കടമുണ്ട്. എത്രയെന്നല്ലേ, 7 കോടി. അച്ചടിച്ചിറക്കിയ ലൈസൻസുകൾ അയക്കാൻ പോസ്റ്റൽ വകുപ്പും തയ്യാറായില്ല. അവസാനം 7 കോടി പോസ്റ്റൽ വകുപ്പിന് അടുത്തിടെ നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ കരാറുകാരന് പണം ധനവകുപ്പ് ഇതുവരെ നൽകിയിട്ടുമില്ല. നിലവിലെ ലൈസൻസിന് പകരം പുതിയ സ്മാർട്ട് കാർഡിലേക്ക് മാറാൻ 200 രൂപ അടയ്ക്കണം. പുതിയ ലൈസൻസ് ആണെങ്കിൽ 1005 രൂപയാണ്. തപാലിലെത്താനോ 45 രൂപ വേറെയും നൽകണം. ഫലത്തിൽ ഡ്രൈവിംഗ് പഠിച്ചെടുത്ത് H-ഉം 8-ഉം ഒക്കെ വരച്ച് പരീക്ഷ പാസ്സായി പണമടച്ച് കാത്തിരിക്കുന്നവരാണ് സർക്കാരിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നത്. എന്തായാലും ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം.